ഭീകരാക്രമണത്തിൽ പൊറുതിമുട്ടി മഞ്ചേശ്വരം നിവാസികൾ. കടിയേറ്റാൽ പ്രദേശത്ത് കുത്തിവയ്പ് നടത്താനുള്ള സൗകര്യങ്ങൾ ഇല്ലെന്നും മണിക്കൂറുകൾ താണ്ടി കാസർകോട്ടേക്ക് എത്തിച്ചാലാണ് ചികിത്സ ലഭ്യമാക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന വിവരം പഞ്ചായത്ത് അധികൃതരെ നിരന്തരം അറിയിച്ചിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട്. തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മഞ്ചേശ്വരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ 3ാം ക്ലാസ്സുകാരനായ ഒരു കൊച്ചുകുട്ടിക്ക് ഇത്തരത്തിൽ തെരുവുനായ ആക്രമിക്കുന്ന സംഭവം അടക്കം ഉണ്ടായത്. അതായത് സ്കൂൾ വിട്ട് മദ്രസയിലേക്ക് പോകും വഴിയാണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമിക്കുന്ന സംഭവം അടക്കം ഉണ്ടായത്. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരടക്കമുള്ള ആളുകൾ വളരെ ഭീതിയിലാണ്. ഇപ്പോൾ കുട്ടികൾക്കടക്കം സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഒരു പേടിയായിരിക്കും അല്ലേ മാഡം? തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ആ ലൊക്കേഷനിൽ നിന്ന് എനിക്ക് 1-2 കോൾ വന്നിരുന്നു പാരൻസ് മാതാക്കളുടെ. നമുക്ക് വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ തയ്യാറാവുന്നില്ല വെച്ചിട്ട്. നമ്മൾക്ക് ഇപ്പോൾ പരമാവധി അങ്ങോട്ട് പറയാനുള്ളത് ഈ ശല്യം എങ്ങനെ ഒഴിവാക്കാൻ പറ്റും. ചേട്ടനായും തോന്നുന്നു തെരുവുനായ കടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതെ, 2 ദിവസം മുമ്പ് ഞാൻ ഈ ഗാഡി താഴെ ഇട്ടിട്ട് ഓടിയതാണ്. കല്ലെറിഞ്ഞപ്പോൾ തിരിച്ചു ഓടിയത്. ഭാഗ്യത്തിന് കടിച്ചില്ല. ഇല്ല. ഇന്ന് വരെ നമുക്കൂടെ അടിസ്ഥാനമായ ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മംഗലാപുരമാണ്. ഇപ്പോൾ ഈ നായിക്കട എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു ഗവൺമെൻറ് CHC ഉണ്ട്, അവിടെ ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ കാസർഗോഡേക്കാണ് കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത്. പഞ്ചായത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് വന്ധീകരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്നില്ല. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് ഇത് ഈ ഒരു കഴിഞ്ഞ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ 2-ൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു വന്ധീകരണം അതിനൊരു പരിഹാരമായിട്ടില്ല. വീണ്ടും തെരുവുനായ ശല്യം കൂടി വരികയാണ്. ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും പഞ്ചായത്തും ഇടപെട്ടുകൊണ്ട് മൃഗസ്നേഹികളുണ്ട്, അവർ അതിനെ കൊല്ലാൻ വിടില്ല, അടിക്കാൻ വിടില്ല എന്നാണ് പറയുന്നത്. മനുഷ്യജീവന് വിലയില്ലാത്ത എന്താ മൃഗസ്നേഹം? മനുഷ്യജീവനല്ല അത് പ്രാധാന്യം നൽകേണ്ടത്. ആ മനുഷ്യജീവന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം മൃഗസ്നേഹം വേണ്ടത്. ഇപ്പോൾ ഒരു കുട്ടി പോകുന്നെങ്കിൽ ഒന്നെങ്കിൽ മാതാപിതാക്കൾ ഒന്നിച്ച് വേണം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആരെങ്കിലും സഹായം തേടേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എത്ര പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ അത് പിന്നീട് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നതാണ് സാധ്യതയാണ്. ABC ടെസ്റ്റുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.